അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ദേഷ്യം ഒരു മനുഷ്യ സഹജമായ സ്വഭാവമാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ നമ്മുടെ സംബന്ധമായി പറയാനുള്ളത് നിങ്ങൾ ദേഷ്യപ്പെടരുത്, കോപിക്കരുത് എന്നാണ്. പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഔസിനി യാ റസൂലല്ലാഹ്, പ്രവാചകനെ നിങ്ങൾ എന്നെ ഉപദേശിച്ചാലും. പ്രവാചകൻ അദ്ദേഹത്തിന് കൊടുത്ത വസിയത്ത് ലാ തഗ്ളബ്, താങ്കൾ കോപിക്കരുത് എന്നായിരുന്നു. വീണ്ടും അദ്ദേഹം ചോദിച്ചു. അപ്പോഴും പ്രവാചകന്റെ മറുപടി അങ്ങനെ തന്നെ. മൂന്നാം പ്രാവശ്യം ചോദിച്ചപ്പോഴും പ്രവാചകന്റെ മറുപടി അങ്ങനെ തന്നെ. 3 പ്രാവശ്യം ആവർത്തിച്ചുള്ള മറുപടി ആ വിഷയത്തിന്റെ പ്രാധാന്യത്തെയാണ് കുറിക്കുന്നത്. മുത്തനബിന്റെ സംബന്ധമായ മറ്റൊരു വാക്യപ്രകാരമാണ്, നിങ്ങളിൽ ശക്തവാനായ ആള് മറ്റൊരുത്തനുമായി മല്ലിട്ട് ജയിക്കുന്നവനല്ല, നേരെ മറിച്ച് ദേഷ്യം വരുമ്പോഴേ ആ ദേഷ്യത്തിനെ കടിച്ചു പിടിക്കുന്നവനാണ് എന്നാണ്. അത്തരം ആളുകൾക്ക് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാനിരിക്കുന്ന ഒരു ശ്രേഷ്ഠത ഇപ്രകാരമാണ്. ആരെങ്കിലും ഒരാൾ തൻ്റെ ദേഷ്യത്തെ കടിച്ചു പിടിക്കുകയാണെങ്കിൽ ആ ദേഷ്യം അദ്ദേഹത്തിന് നടപ്പാക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നിട്ടും അദ്ദേഹം അത് നിയന്ത്രിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് കോടാനുകോടി ആളുകളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം വിളിക്കപ്പെടും. എന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഹൂറില്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന പരിഗണനയാണ് എന്നർത്ഥം. ദേഷ്യം വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കാനും ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുവാനും പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റൊരു ഹദീസ് പ്രകാരമാണ്, ദേഷ്യം പൈശാചികമാണ്. പിശാച് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തീയിൽ നിന്നുമാണ്. തീ കെടുക്കാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത് വെള്ളമാണ്. അതിനാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴേ നിങ്ങൾ ഒതു കൊടുക്കുക എന്നും പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആന് സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന സത്യവിശ്വാസികളുടെ അടയാളമായി കൊണ്ട് പറഞ്ഞത് സൂറത്ത് ആൽ ഇംറാനിലൂടെ വൽകാദിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ് എന്നാണ്. അഥവാ അവർ ദേഷ്യം കടിച്ചു പിടിക്കുന്ന ആളുകളാണ്, നിയന്ത്രിക്കുന്ന ആളുകളാണ്, അവർ ജനങ്ങൾക്ക് മാപ്പ് ചെയ്യുന്നവരുമാണ് എന്നാണ്. അതിനാൽ ദേഷ്യം നിയന്ത്രിക്കുന്നതിലൂടെ, കടിച്ചു പിടിക്കുന്നതിലൂടെ സ്വർഗപ്രവേശനത്തിന് നമുക്കോരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.